കെ.എസ്.യുവിന്റെ നിയമസഭാ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നു. ഇപ്പോഴും പോലീസ് പ്രവർത്തകർക്കെതിരെ ജലപീരങ്കി പ്രയോഗിച്ചു. 12ാമത്തെ തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. പക്ഷെ പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞുപോകാൻ കൂട്ടാക്കുന്നില്ല. ബാരിക്കേഡിന് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചും കല്ലേറും കയ്യാങ്കളിയും ഒക്കെയായി പ്രവർത്തകർ അവിടെ നിലയുറപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രവർത്തകർ പിന്മാറാത്തത് കൊണ്ട് പോലീസ് പലകുറി ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ 12ാമത്തെ തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. കെ.എസ്.യു പ്രവർത്തകരെ കയ്യാമം വെച്ചും മുഖം മൂടി അണിയിച്ചും കോടതിയിൽ ഹാജരാക്കിയതിനെതിരെയാണ് കടുത്ത പ്രതിഷേധവുമായി കെ.എസ്.യു പ്രവർത്തകർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലായിരുന്നു നേരത്തെ പ്രതിഷേധ മാർച്ചെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സമാപനമെന്നോണം നിയമസഭയിലേക്കുള്ള മാർച്ചുമായി കെ.എസ്.യു പ്രവർത്തകർ രംഗത്തിറങ്ങിയിരിക്കുന്നു. കെ മുരളീധരനും അലൗഷ്യസ് സേവ്യറും അടക്കമുള്ള നേതാക്കൾ അവിടെ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷവും പ്രവർത്തകർ അവിടെ തുടരുകയും പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുകയായിരുന്നു. അതിനെ തുടർന്നാണ് വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പ്രവർത്തകർ അവിടെ തുടരുന്ന സ്ഥിതിക്ക് എന്തായിരിക്കും പോലീസിന്റെ അടുത്ത നീക്കം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ. സനിസ ശോഭാചന്ദ്രൻ, സനിസ, പ്രവർത്തകർ തുടരുക തന്നെയാണ്. പോലീസ് 12ാം തവണയും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. കല്ലേറും കൊടിയും വടിയും കല്ലുകൊണ്ടും പോലീസിനെതിരെ എറിയുന്നതും കൂടി ദൃശ്യങ്ങളിൽ കാണാം. എന്തായിരിക്കും പോലീസിന്റെ അടുത്ത നീക്കം ഇങ്ങനെ പ്രകോപനം തുടർന്നാൽ? പോലീസ് രാജിനെതിരെ കെ.എസ്.യു പ്രവർത്തകർ ശക്തമായ പ്രതിഷേധമാണ് നിയമസഭയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ 12 തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് ഈ മാർച്ചിനെ അടിച്ചമർത്താനാണ് പോലീസ് ശ്രമിച്ചത്. തുടർന്ന് പ്രവർത്തകർ കല്ലും വടിയും ബാരിക്കേഡിന് മുകളിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. തുടർന്ന് ജലപീരങ്കി തുടരുന്ന ഒരു സാഹചര്യമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. രൂക്ഷമായ കല്ലേറും അതുപോലെ രൂക്ഷമായി തന്നെ വടിയും മറ്റൊക്കെ ഈ ബാരിക്കേഡിന് മുകളിലേക്കും പോലീസിന് നേരേക്കും കെ.എസ്.യു പ്രവർത്തകർ എറിയുകയുണ്ടായി. ആ ഘട്ടങ്ങളിലൊക്കെ ജലപീരങ്കി പ്രയോഗിക്കുന്ന തരത്തിലായിരുന്നു പോലീസ് ഈ മാർച്ചിനെ അടിച്ചമർത്താൻ ശ്രമിച്ചത്. ഇപ്പോഴും മാർച്ച് അതിശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. മാർച്ചിൽ വനിതാ പ്രവർത്തകരൊക്കെ ഈ ജലപീരങ്കി ഏറ്റ് നിലത്ത് വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായി. മാർച്ചിനെ അടിച്ചമർത്താൻ പോലീസ് ജലപീരങ്കി തന്നെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കെ.എസ്.യു പ്രവർത്തകരുടെ പക്കൽ നിന്നും കല്ലും വടികളും അടക്കം വലിച്ചെറിഞ്ഞ് പ്രകോപനം സൃഷ്ടിച്ചെങ്കിലും പോലീസ് ജലപീരങ്കിയുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒരു വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് മാർച്ചിനെ എത്തിക്കാത്ത തരത്തിലാണ് പോലീസിന്റെ പക്കൽ നിന്നുള്ള ഓരോ നീക്കങ്ങളും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ പ്രതിഷേധം ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ, ഇത്തരത്തിൽ കല്ലും വടികളും വലിച്ചെറിയുന്ന ഒരു സാഹചര്യം തന്നെയാണെങ്കിൽ ഈ മാർച്ച് സംഘർഷാവസ്ഥയിലേക്ക് എത്താനുള്ള, കുറച്ചുകൂടെ ഭീകരമായ ഒരു സംഘർഷാവസ്ഥയിൽ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ പോലും പോലീസിന്റെ പക്കൽ നിന്ന് വലിയൊരു തരത്തിലുള്ള ഒരു പ്രത്യാക്രമണം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ 13ാം തവണയും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ഇത്തരത്തിൽ മാർച്ച് കടുത്ത ഒരു രീതിയിലേക്ക് പോകുമ്പോഴും ജലപീരങ്കി പ്രയോഗിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ പക്കൽ നിന്നുള്ളത്. 13ാം തവണയും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. മാർച്ചിനെ ജലപീരങ്കി കൊണ്ട് തന്നെ അടിച്ചമർത്താനാണ് മറ്റ് ഫോട്ടോ മൊബൈൽ നിങ്ങൾ എടുക്കെങ്കിൽ പതിമൂന്നാം തവണയാണ് പോലീസ് കെ.എസ്.യു പ്രവർത്തകർക്കെതിരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. ഈ സമയവും
പ്രവർത്തകരെ പിന്മാറാൻ കൂട്ടാക്കാതെ മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡിന് മുന്നിൽ തന്നെ തുടരുന്ന കാഴ്ച. പോലീസിന്റെ അടുത്ത നീക്കം എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ. 13 തവണ ഇതിനകം ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. KSU പ്രവർത്തകരെ കയ്യാമം വെച്ചും മുഖം മൂടി വെച്ചും കോടതിയിൽ ഹാജരാക്കിയതിനെതിരെയാണ് ഇന്ന് നിയമസഭയിലേക്ക് KSU പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പലതവണ പോലീസിനെതിരെ കല്ലേറുണ്ടായി. കൊടിയുടെ വടിയും മറ്റു സംഗതികളുമൊക്കെ ഉൾപ്പെടെ എടുത്ത് പോലീസിനെതിരെ എറിയുന്ന പ്രകോപനപരമായ നടപടികൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. വലിയ സംയമനവും വലിയ ക്ഷമയും ോടുകൂടിയാണ് പോലീസ് പ്രവർത്തകരെ ഇതുവരെ നേരിട്ടത്. 13 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇനി എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ. കല്ലേറും ഈ കുപ്പിയും അടക്കമുള്ളവ എടുത്ത് പ്രവർത്തകരിപ്പോഴും പോലീസിനെ എറിയുന്നുണ്ട്. ഒരുപക്ഷെ അടുത്തത് ടിയർ ഗ്യാസ് പ്രയോഗിക്കലായിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്നത് അതാണ്. പ്രവർത്തകർ അതുകൊണ്ട് പിന്മാറുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്. എന്തായാലും കെ മുരളീധരനും അലോഷ്യസ് സേവ്യറും കെ മുരളീധരനും അടക്കമുള്ള നേതാക്കൾ സംസാരിച്ചു കഴിഞ്ഞതിന് പിന്നാലെയാണ് കുറെ കൂടി മാർച്ച് അക്രമാസക്തമായ അവസ്ഥയിലേക്ക്, സംഘർഷ അവസ്ഥയിലേക്ക് മാറിയത്. പ്രവർത്തകരിപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. മുൻനിരയിൽ തന്നെ അലോഷ്യസ് സേവ്യർ അടക്കമുള്ള സംസ്ഥാന ജില്ലാ നേതാക്കളുണ്ട്. ദൃശ്യങ്ങൾ കൂടി കാണാം.